ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? എ. മുസ്സോറി, ബി. നീലഗിരി, സി. ഡാർജിലിംഗ്, ഡി. കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഡി. കൊടൈക്കനാൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? എ. ലാറ്റിൻ, ബി. ഇംഗ്ലീഷ്, സി. അറബി, ഡി. സംസ്കൃതം. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം സി. അറബി. ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആര്? എ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ബി. എ.പി.ജെ. അബ്ദുൽ കലാം, സി. നീലം സഞ്ജീവ് റെഡ്ഡി, ഡി. സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തി ആര്? ഉത്തരം ഡി. സക്കീർ ഹുസൈൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ. മംഗളവനം, ബി. സൈലന്റ് വാലി, സി. ഇരവികുളം, ഡി. നെയ്യാർ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? എ. പ്രാർത്ഥനാ സമാജം, ബി. ബ്രഹ്മസമാജം, സി. ആര്യ സമാജം, ഡി. ദേവസമാജം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ബി. ബ്രഹ്മസമാജം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? എ. ഇറാൻ, ബി. ബ്രസീൽ, സി. ഫ്രാൻസ്, ഡി. ഈജിപ്ത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? ഉത്തരം ബി. ബ്രസീൽ. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? എ. ഫിഷറീസ്, ബി. ആരോഗ്യം, സി. വിനോദസഞ്ചാരം, ഡി. കൈത്തറി. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഡി. കൈത്തറി. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ. തലശ്ശേരി, ബി. കുണ്ടറ, സി. മൂന്നാർ, ഡി. പുനലൂർ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഉത്തരം ബി. കുണ്ടറ. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി, അതായത് ജനുവരി 12, 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? എ. ലക്നൗ, ബി. ഹൈദരാബാദ്, സി. ബാംഗ്ലൂർ, ഡി. നോയിഡ. ദേശീയ യുവജനാഘോഷത്തിൻ്റെ ഭാഗമായി, അതായത് ജനുവരി 12, 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം എ. ലക്നൗ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? എ. അൽഫോൻസ ഡി അൽബുക്കർക്ക്, ബി. പെട്രോ അൽവാരിസ് കബ്രാൾ, സി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഡി. വാസ്കോ ഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്?
ഉത്തരം ഡി. വാസ്കോഡ ഗാമ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. രാജീവ് ഗാന്ധി, സി. ഇന്ദിരാഗാന്ധി, ഡി. മൊറാർജി ദേശായി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. അനുച്ഛേദം 20, ബി. അനുച്ഛേദം 16, സി. അനുച്ഛേദം 21, ഡി. അനുച്ഛേദം 15. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി. അനുച്ഛേദം 16. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? എ. പൗരത്വം, ബി. ഇന്ത്യയിലെ പ്രദേശങ്ങൾ, സി. നിർദ്ദേശക തത്വം, ഡി. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം ഡി. മൗലിക അവകാശങ്ങൾ. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? എ. പഴശ്ശി വിപ്ലവം, ബി. മലബാർ ലഹള, സി. പുന്നപ്ര വയലാർ സമരം, ഡി. കയ്യൂർ സമരം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം എ. പഴശ്ശി വിപ്ലവം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? എ. കോട്ടയം, ബി. കണ്ണൂർ, സി. വെങ്ങാനൂർ, ഡി. പുന്നപ്ര. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം സി. വെങ്ങാനൂർ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? എ. മുംബൈ, ബി. ന്യൂഡൽഹി, സി. ഗോവ, ഡി. ചെന്നൈ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഉത്തരം ബി. ന്യൂഡൽഹി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എ. തലശ്ശേരി, ബി. പാനൂർ, സി. തളിപ്പറമ്പ്, ഡി. പയ്യന്നൂർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം എ. തലശ്ശേരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? എ. സിന്ധു, ബി. യമുന, സി. ബ്രഹ്മപുത്ര, ഡി. ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? ഉത്തരം എ. സിന്ധു. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? എ. വി. വി. ഗിരി, ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ, സി. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡി. ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? എ. കൃഷ്ണ, ബി. നർമ്മദ, സി. മഹാനദി, ഡി. കാവേരി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം ബി. നർമ്മദ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്? എ. ആനി മാസ്ക്രീൻ, ബി. അക്കാമ ചൊറിയാൻ, സി. അന്ന ചാണ്ടി, ഡി. എ. വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്?
ഉത്തരം ബി. അകാമ ചൊറിയാൻ. ചിലന്തിയുടെ ശ്വസന അവയവം ഏത്? എ. ബുഗ്ലം, ബി. ഗില്ലുകൾ, സി. ത്വക്ക്, ഡി. ഇവയൊന്നുമല്ല. ചിലന്തിയുടെ ശ്വസന അവയവം ഏത്? ഉത്തരം എ. ബുഗ്ലം. ആൺജീവിയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തുവരുന്ന ജീവിവർഗം ഏത്? എ. സ്രാവ്, ബി. ഹിപ്പോകാമ്പസ്, സി. ഈല്, ഡി. പിരാന. ആൺജീവിയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തുവരുന്ന ജീവിവർഗം ഏത്? ഉത്തരം ബി. ഹിപ്പോകാമ്പസ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? എ. മയിൽ, ബി. കഴുകൻ, സി. പരുന്ത്, ഡി. പെൻഗ്വിൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി. പരുന്ത്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? എ. എംപറർ പെൻഗ്വിൻ, ബി. ഫാൽക്കൺ, സി. സ്വിഫ്റ്റ്, ഡി. വേഴാമ്പൽ. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? ഉത്തരം എ. എംപറർ പെൻഗ്വിൻ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരമാണ്? എ. രോമം, ബി. പല്ല്, സി. മൂക്ക്, ഡി. മോണ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരമാണ്? ഉത്തരം എ. രോമം. ഏറ്റവും വേഗം കൂടിയ ഷഡ്പദം ഏത്? എ. തേനീച്ച, ബി. ഡ്രാഗൺ ഈച്ച, സി. കൊതുക്, ഡി. വണ്ട്. ഏറ്റവും വേഗം കൂടിയ ഷഡ്പദം ഏത്? ഉത്തരം ബി. ഡ്രാഗൺ ഈച്ച. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിശക്തി കൂടിയത്? എ. തിമിംഗലം, ബി. സ്രാവ്, സി. തിമിംഗല സ്രാവ്, ഡി. ഡോൾഫിൻ. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിശക്തി കൂടിയത്? ഉത്തരം ഡി. ഡോൾഫിൻ. ഏറ്റവും ആക്രമണകാരിയായ ജീവി ഏത്? എ. പിരാന, ബി. സിംഹം, സി. നായ, ഡി. കഴുതപ്പുലി. ഏറ്റവും ആക്രമണകാരിയായ ജീവി ഏത്? ഉത്തരം എ. പിരാന. കറുത്ത മരണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? എ. പ്ലേഗ്, ബി. എയ്ഡ്സ്, സി. കുഷ്ഠരോഗം, ഡി. ക്ഷയം. കറുത്ത മരണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം എ. പ്ലേഗ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രവർത്തനത്താൽ മനുഷ്യൻ്റെ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? എ. വിറ്റാമിൻ കെ, ബി. വിറ്റാമിൻ B6, സി. വിറ്റാമിൻ B12, ഡി. വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രവർത്തനത്താൽ മനുഷ്യൻ്റെ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ഡി. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്? എ. വൃക്ക, ബി. കരൾ, സി. ഹൃദയം, ഡി. ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത്? എ. കുടൽ, ബി. പാൻക്രിയാസ്, സി. ശ്വാസകോശം, ഡി. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത്?
ഉത്തരം ഡി കരൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത്? എ മാംസം, ബി മുട്ട, സി മത്സ്യം, ഡി അരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത്? ഉത്തരം ഡി അരി. ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? എ കരൾ, ബി വൃക്ക, സി പാൻക്രിയാസ്, ഡി ശ്വാസകോശം. ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി വൃക്ക. ഏതു രോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്? എ ക്ഷയം, ബി കുഷ്ഠം, സി ഗോയിറ്റർ, ഡി പെല്ലഗ്ര. ഏതു രോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്? ഉത്തരം എ ക്ഷയം. മനുഷ്യഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? എ 400 ഗ്രാം, ബി 500 ഗ്രാം, സി 300 ഗ്രാം, ഡി 100 ഗ്രാം. മനുഷ്യഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? ഉത്തരം സി 300 ഗ്രാം. മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം ഏത്? എ കരൾ, ബി കോർണിയ, സി വൃക്ക, ഡി ഹൃദയം. മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം ഏത്? ഉത്തരം സി വൃക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? എ അമേരിക്ക, ബി ഫ്രാൻസ്, സി അയർലൻഡ്, ഡി ഇംഗ്ലണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം സി അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത്? എ രാജസ്ഥാൻ, ബി ഗുജറാത്ത്, സി മണിപ്പൂർ, ഡി കേരളം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത്? ഉത്തരം സി മണിപ്പൂർ. ഭരണഘടന നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? എ ഗാന്ധിജി, ബി അംബേദ്കർ, സി രാജേന്ദ്ര പ്രസാദ്, ഡി നെഹ്റു. ഭരണഘടന നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? ഉത്തരം സി രാജേന്ദ്ര പ്രസാദ്. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി കർണാടക, സി കേരളം, ഡി രാജസ്ഥാൻ. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്ക്? എ പ്രധാനമന്ത്രി, ബി പാർലമെന്റ്, സി ഗവർണർ, ഡി ഉപരാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ബി പാർലമെന്റ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? എ അയ്യങ്കാളി, ബി വൈകുണ്ഠസ്വാമി, സി ശ്രീനാരായണ ഗുരു, ഡി ചട്ടമ്പിസ്വാമി. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ബി വൈകുണ്ഠസ്വാമി.
2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരൻ ആയ രാജ്യം ഏത്? എ. ക്രൊയേഷ്യ, ബി. മൊറോക്കോ, സി. ഫ്രാൻസ്, ഡി. അർജന്റീന. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം ഏത്? ഉത്തരം സി. ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏത്? എ. ഇടുക്കി, ബി. കൊല്ലം, സി. പാലക്കാട്, ഡി. ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം എ. ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. ചോളം, ബി. ബാർലി, സി. നെല്ല്, ഡി. പരുത്തി. താഴെ പറയുന്നവരിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി. ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? എ. 1998 മെയ് 17, ബി. 1999 ഏപ്രിൽ 1, സി. 1993 മെയ് 17, ഡി. ഇവയൊന്നുമല്ല. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം എ. 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? എ. കായംകുളം, ബി. അരുവിക്കര, സി. പെരുംകുളം, ഡി. പുനലൂർ. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ഉത്തരം സി. പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? എ. 100-ാം ഭേദഗതി, ബി. 101-ാം ഭേദഗതി, സി. 95-ാം ഭേദഗതി, ഡി. 14-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ബി. 101-ാം ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. ഡോക്ടർ എം. എസ്. സ്വാമിനാഥൻ, ബി. വർഗീസ് കുര്യൻ, സി. ഹരിലാൽ ചൗധരി, ഡി. ഇവരാരുമല്ല. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ എം. എസ്. സ്വാമിനാഥൻ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? എ. ലാറ്ററൈറ്റ് മണ്ണ്, ബി. കറുത്ത മണ്ണ്, സി. എക്കൽ മണ്ണ്, ഡി. ചെമ്മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി. കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? എ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ബി. വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സി. വടക്ക് കിഴക്കൻ മൺസൂൺ, ഡി. തെക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം എ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? എ. കോട്ടയം, ബി. മലപ്പുറം, സി. കാസർഗോഡ്, ഡി. കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്?
ഉത്തരം ബി. മലപ്പുറം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. ഒഡീഷ, ബി. കേരളം, സി. ആസാം, ഡി. ബീഹാർ. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം സി. ആസാം. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? എ. സൾഫർ, ബി. ഫ്ലൂറിൻ, സി. ഓക്സിജൻ, ഡി. ക്ലോറിൻ. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? ഉത്തരം സി. ഓക്സിജൻ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എ. 4, ബി. 10, സി. 12, ഡി. 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഡി. 8. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? എ. ക്ലോറിൻ, ബി. ഹൈഡ്രജൻ, സി. ഓക്സിജൻ, ഡി. കാർബൺ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം ബി. ഹൈഡ്രജൻ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? എ. വരയാട്, ബി. മാൻ, സി. സിംഹം, ഡി. കടുവ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഉത്തരം ഡി. കടുവ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? എ. എം. ടി. വാസുദേവൻ നായർ, ബി. പ്രിയദർശൻ, സി. ചെറിയാൻ കൽപ്പകവാടി, ഡി. തമ്പി കണ്ണാന്തനം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? ഉത്തരം എ. എം. ടി. വാസുദേവൻ നായർ. ലോക ഹീമോഫീലിയ ദിനം എന്ന്? എ. ഏപ്രിൽ 17, ബി. മാർച്ച് 17, സി. മെയ് 17, ഡി. ജൂൺ 17. ലോക ഹീമോഫീലിയ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറുടെയും മെമ്പർമാരുടെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ഗവർണർ, സി. പ്രധാനമന്ത്രി, ഡി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം സി. പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? എ. മഹാത്മാഗാന്ധി, ബി. ബി. ആർ. അംബേദ്കർ, സി. സർദാർ വല്ലഭായ് പട്ടേൽ, ഡി. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഉത്തരം ഡി. ജവഹർലാൽ നെഹ്റു. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഇടുക്കി, ബി. വയനാട്, സി. പാലക്കാട്, ഡി. തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി. തിരുവനന്തപുരം. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? എ. ജസ്റ്റിസ് സിറിയക് ജോസഫ്, ബി. ജസ്റ്റിസ് കെ. കെ. ഉഷ, സി. ജസ്റ്റിസ് കെ. ജി. ബാലകൃഷ്ണൻ, ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്?
ഉത്തരം ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? എ. ദേശീയ വിവരാവകാശ കമ്മീഷൻ, ബി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, സി. ദേശീയ വനിതാ കമ്മീഷൻ, ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഉത്തരം ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? എ. 1914, ബി. 1921, സി. 1919, ഡി. 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ഉത്തരം ഡി. 1917. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? എ. അയ്യങ്കാളി, ബി. EMS നമ്പൂതിരിപ്പാട്, സി. പി. കൃഷ്ണപിള്ള, ഡി. AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. അയ്യങ്കാളി. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. പത്തനംതിട്ട, സി. ഇടുക്കി, ഡി. പാലക്കാട്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി. പത്തനംതിട്ട. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? എ. ചെമ്മണ്ണ്, ബി. എക്കൽ മണ്ണ്, സി. കറുത്ത മണ്ണ്, ഡി. ഇവയൊന്നുമല്ല. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി. എക്കൽ മണ്ണ്. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ. വാഗമൺ, ബി. കോഴിക്കോട്, സി. വയനാട്, ഡി. മൂന്നാർ. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം സി. വയനാട്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? എ. ബോംബെ, ബി. ലാഹോർ, സി. ഡൽഹി, ഡി. കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡി. കൽക്കട്ട. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? എ. ഗായത്രിപ്പുഴ, ബി. ചാലക്കുടി പുഴ, സി. തൂത്തുപുഴ, ഡി. കുന്തിപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഉത്തരം സി. തൂത്തുപുഴ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 24, ബി. അനുച്ഛേദം 19, സി. അനുച്ഛേദം 51, ഡി. അനുച്ഛേദം 36. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ബി. അനുച്ഛേദം 19. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഗോപാലകൃഷ്ണ ഗോഖലെ, സി. സുഭാഷ് ചന്ദ്രബോസ്, ഡി. സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്?
എ എക്കൽ മണ്ണ്, ബി ചെങ്കൽ മണ്ണ്, സി ചെമ്മണ്ണ്, ഡി പർവ്വത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഉത്തരം എ എക്കൽ മണ്ണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? എ ഇ കെ നാരായണൻ, ബി കൃഷ്ണനായർ, സി എ കെ ഗോപാലൻ, ഡി എസ് ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം സി എ കെ ഗോപാലൻ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത്? എ ആന, ബി ജിറാഫ്, സി കാണ്ടാമൃഗം, ഡി ഭീമൻ കണവ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത്? ഉത്തരം ഡി ഭീമൻ കണവ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്? എ ഹിന്ദി, ബി തമിഴ്, സി ഇംഗ്ലീഷ്, ഡി തെലുങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്? ഉത്തരം സി ഇംഗ്ലീഷ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണ്? എ 1950 ഓഗസ്റ്റ് 6, ബി 1951 ഏപ്രിൽ 1, സി 1952 ഓഗസ്റ്റ് 16, ഡി 1952 ജനുവരി 26. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണ്? ഉത്തരം എ 1950 ഓഗസ്റ്റ് 6. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? എ ചേമ്പ്, ബി ചേന, സി വാഴ, ഡി മരവാഴ. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? ഉത്തരം ബി ചേന. ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്? എ പപ്പായ, ബി പുളി, സി പന, ഡി പേരക്ക. ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി പുളി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര്? എ ഡച്ചുകാർ, ബി പോർച്ചുഗീസുകാർ, സി ഫ്രഞ്ചുകാർ, ഡി ബ്രിട്ടീഷുകാർ. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര്? ഉത്തരം ബി പോർച്ചുഗീസുകാർ. ഏത് വർഷമാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത്? എ 1851, ബി 1872, സി 1865, ഡി 1866. ഉത്തരം എ 1851. സർക്കാർ ജീവനക്കാർക്ക് ഇ-പോയ്മെന്റ് വഴി ശമ്പളവും പെൻഷനും നൽകുന്ന സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഏത്? എ രാജസ്ഥാൻ, ബി സിക്കിം, സി പഞ്ചാബ്, ഡി ഒഡീഷ. സർക്കാർ ജീവനക്കാർക്ക് ഇ-പോയ്മെന്റ് വഴി ശമ്പളവും പെൻഷനും നൽകുന്ന സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉള്ള സംസ്ഥാനം ഏത്? എ രാജസ്ഥാൻ, ബി സിക്കിം, സി പഞ്ചാബ്, ഡി ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം എ രാജസ്ഥാൻ. 1 രൂപയ്ക്ക് 1 കിലോ അരി പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ത്രിപുര, ബി കർണാടക, സി തമിഴ്നാട്, ഡി കേരളം. 1 രൂപയ്ക്ക് 1 കിലോ അരി പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്?
ഉത്തരം സി തമിഴ്നാട്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ത്രിപുര, ബി കർണാടക, സി തമിഴ്നാട്, ഡി കേരളം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എ ത്രിപുര. ഗോവയിലെ പ്രശസ്ത പാനീയമായ ഫെനി ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എ കൈതച്ചക്ക, ബി കശുവണ്ടി, സി മാങ്ങ, ഡി മുന്തിരി. ഗോവയിലെ പ്രശസ്ത പാനീയമായ ഫെനി ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി കശുവണ്ടി. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത്? എ ആന, ബി പുലി, സി പശു, ഡി ആട്. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത്? ഉത്തരം സി പശു. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? എ സിംഹം, ബി പുലി, സി ഹിപ്പോ, ഡി ജിറാഫ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? ഉത്തരം ഡി ജിറാഫ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും? എ 3 മാസം, ബി 4 മാസം, സി 2 മാസം, ഡി 1 മാസം. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും? ഉത്തരം സി 2 മാസം.